ഹായ് എവ്രിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത്. ഇന്ന് പറയാൻ പോകുന്നത് സഹകരണ ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ക്ലർക്ക് ഉൾപ്പെടെ 200 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ യോഗ്യതയുള്ളവർക്ക് സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലായി മൊത്തം 200 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ സെക്രട്ടറി, സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. വാക്കൻസി 200 ആണ്. ജോലി സ്ഥലം ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 44,650 വരെ സാലറി ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 മാർച്ച് 25 ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഏപ്രിൽ 30 മുമ്പായിട്ട് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ്. തസ്തികയുടെ പേര് ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. പ്രായപരിധി 1/1/2025 18 to 40 വയസ്സ്. ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെയും വികലാംഗർക്ക് 10 വർഷത്തെയും വിധവകൾക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. കാറ്റഗറി നമ്പർ, തസ്തികയുടെ പേര്, വിദ്യാഭ്യാസ യോഗ്യത 6/2025. സെക്രട്ടറി, HDC ആൻഡ് BML ബിരുദവും അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിലും അഥവാ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിനു മുകളിലെ തസ്തികയിലും. BCom സഹകരണ ബാങ്കിൽ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അതിനു മുകളിലുള്ള തസ്തികയിൽ 7 വർഷത്തെ പരിചയം. 7/2025 അസിസ്റ്റൻ്റ് സെക്രട്ടറി എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാലാ ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ HDC അല്ലെങ്കിൽ HD&CBM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സിൻ്റെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc സഹകരണ ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം. 8/2024 ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം. ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC
തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും. കൂടാതെ സഹകരണം ഐച്ഛികമായി എടുത്ത ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും, സഹകരണ ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേഷൻ ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിച്ച സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ബാങ്കിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാം. 9/2025 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി, MCA അല്ലെങ്കിൽ MSc 3 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യമാണ്. 10/2025 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പരിചയം അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. UR ആൻഡ് OBC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 150 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. SC ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 50 രൂപ മാത്രം അടച്ചാൽ മതിയാകും. അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ മോഡിലാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും അപേക്ഷിക്കുക. ഓരോ പോസ്റ്റിലേക്കും എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപേക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.